ഹായ് ഫ്രണ്ട്സ്, ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു റിക്കവറി സോഫ്റ്റ്വെയർ ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് കൂട്ടുകാർക്ക് വേണ്ടി. അപ്പോൾ നമ്മുടെ USB ഡ്രൈവ്, അതുപോലെ മെമ്മറി കാർഡ്, അതുപോലെ ഹാർഡ് ഡിസ്ക്, ഇതിൽ നിന്നെല്ലാം ഡിലീറ്റ് പോയ എല്ലാ ഫയലും നമുക്ക് എങ്ങനെ തിരിച്ചെടുക്കാം എന്ന് നോക്കാം. ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം, ഫ്രീ ആണ്. ഈ വെർഷൻ ഫ്രീ ആണ്. പിന്നെ ഇത് അപ്ഗ്രേഡ് ചെയ്താൽ വേറെ ഫീച്ചേഴ്സൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ ജസ്റ്റ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓൾ ഫയൽസ്, പിക്ചേഴ്സ്, വീഡിയോസ്, ഡോക്യുമെൻറ്റ്സ് എന്നെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഓൾ സെലക്ട് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ മൊത്തത്തിൽ സ്കാൻ ചെയ്യും, കുറച്ച് ടൈം എടുക്കും. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫയൽ ഏതിൽ നിന്നാണോ ഡിലീറ്റായി പോയത്, ആ ഡ്രൈവോ പെൻ ഡ്രൈവോ USBയോ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഫയൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് കാണിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ USB ഡ്രൈവിൽ പോയിട്ട് ഒരു ഫയൽ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് കിട്ടുമോ ഇല്ലയെന്ന് നോക്കാം. ഫയൽസിൽ പോയിട്ട് ഡിലീറ്റ് ചെയ്യണം. ഇത് വേണ്ടത് ആവശ്യമുള്ളതാണ്. നമുക്ക് വേറെ ഒരു ഫയൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനൊരു ഫോൾഡർ ലോക്ക് ചെയ്യേണ്ട ഒരു സോഫ്റ്റ്വെയറാണ് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. ഈ സോഫ്റ്റ്വെയർ LF സെറ്റപ്പ് എന്ന് കാണാൻ പറ്റും. ഇത് ഞാൻ ഷിഫ്റ്റ് ആൻഡ് ഡിലീറ്റ് ചെയ്യാണ്. പെർമനൻ്റ്ലി ഡിലീറ്റ് ചെയ്യാണ് USB ഡ്രൈവിൽ നിന്ന്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിലീറ്റ് ആയിട്ടുണ്ട്, ഫയൽ കാണുന്നില്ല. ഇനി നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ച ആ സോഫ്റ്റ്വെയറിലേക്ക് തിരികെ പോവുകയാണ്. നമുക്ക് ഇത് തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ആദ്യം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഏത് ഫയൽ എവിടെ നിന്നാണോ ഡിലീറ്റ് ആയിപ്പോയത് അവിടെ ആ ഫോൾഡറോ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം CD ആണെങ്കിൽ CD എന്നെല്ലാം ചെയ്യാം നമുക്ക്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ചെക്ക് ഓൾ ഫയൽസ് ഒന്നും ഉണ്ടാവും, അത് ടിക്ക് ചെയ്യണ്ട. വേണമെങ്കിൽ ടിക്ക് ചെയ്യാം. ഇതാ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഞാൻ ഡിലീറ്റ് ചെയ്ത ആ സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുശേഷം അത് സെലക്ട് ചെയ്തതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം റിക്കവർ എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യണം. എവിടേക്കാണോ റിക്കവർ ചെയ്യേണ്ടത് ഒരു ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സെയിം ഫോൾഡർ തന്നെ സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് സെയിം ഫോൾഡറിലേക്ക് തന്നെ സേവ് ചെയ്യണമെന്ന്. അപ്പോൾ യെസ് കൊടുക്കുക. ഇത് ഞാനിങ്ങനെ സെയിം ഫോൾഡറിലേക്ക് തന്നെ സേവ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൾഡറിലേക്ക് റിക്കവർ ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പം നമ്മൾ ഡിലീറ്റ് ചെയ്ത ഫയൽ സക്സസ് ആയിട്ട് റിക്കവർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഞാൻ താഴെ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. ഇതിൽ റൈറ്റ് സൈഡിൽ മേലെ കാണുന്ന ഡൗൺലോഡ് ലേറ്റസ്റ്റ് വേർഷൻ 5.3
0.31 MB ഉള്ളൂ. ഇത് ഡൗൺലോഡ് ചെയ്യുക. ആ ഡൗൺലോഡ് ബട്ടണിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ട് കാണുന്ന ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസും അപ്പോൾ നോട്ടിഫിക്കേഷനായി